Good afternoon. Good afternoon, Miss. Okay, തുടങ്ങാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇന്നാരാണ് പ്രയർ റെഡി ആയിക്കണേ? ഒരാള് പ്രയറില്ലേ? ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ ഓക്കെ, ഗീതാനൂപ്. ഓക്കെ Okay. Prayer. Dear God, thank you for this new day, for my family and friends in every way. Help me learn and grow with each passing day, and show me love and kindness every step of the way. Keep me safe and happy, and guide me to always be my best. Thank you for your love and care, and bless everyone everywhere. Thank you. ഓക്കെ, ഇനി ഒരു കോട്ടാര പറയണേ. കോട്ട്സ് വന്നേ. Miss, ഞാൻ പറയാം. ഓക്കെ ഓക്കെ, റൂംമേറ്റ്സ് ആണ്. Quote of the day. Education is bitter, but its fruit is sweet. Aristotle. ഓക്കെ Once more. Education is bitter, but its fruit is sweet. Aristotle. ഓക്കെ, നിങ്ങള് മറ്റേ ക്ലാസ് റൂമിൽ വന്നില്ലേ? സബ്മിറ്റ് ചെയ്തോ? എത്ര പേര് സബ്മിറ്റ് ചെയ്തു? സബ്മിറ്റ് ചെയ്തവരൊന്ന് ഒരു ഞാൻ ചെയ്തു മിസ്. നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് 3 ആഴ്ച കഴിയുമ്പോഴാണ് അതിന്റെ റിസൾട്ട് മാർക്ക് എഴുതുള്ളൂ കേട്ടാ. മാർക്ക് കിട്ടി മിസ്. മാർക്ക് കിട്ടി. മാർക്ക് വന്നിരുന്നു. വന്നിരുന്നോ? ഓക്കെ ഓക്കെ, മാക്സിമം വരാത്തവർക്കായാലും 3 ആഴ്ചക്കുള്ളിലേ വരുള്ളൂ എന്നാ പറഞ്ഞത്. ഓക്കെ, എല്ലാവരും സബ്മിറ്റ് ചെയ്ത്? ആരുമില്ലല്ലോ സബ്മിറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടാ? എനിക്ക് സമയമുണ്ട്, സബ്മിറ്റ് ചെയ്യാൻ സമയമുണ്ട്. എന്നാലും ഞാൻ ചോദിച്ചുള്ളൂ. ചെയ്തു, റിസൾട്ട് വന്നു. ഓക്കെ ജൂബിപ്പോളോ. ഇനി ചെയ്യാത്തവരാണവിടെ ടീച്ചർ, അത് ടീച്ചർ ക്ലാസ്സിൽ പറയുന്ന വിചാരിച്ചു, അതുകൊണ്ടാണ്. എല്ലാം ഓക്കെ ആണ്, ഞാൻ അന്ന് ചെയ്ത് വെച്ചിരുന്നു. ടീച്ചർ പറഞ്ഞിരുന്നില്ല, ഞാൻ പറയുന്നത് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാത്തവർ ചെയ്തോ. കാരണം സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇന്ന സമയം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്ക് ഒരുമിച്ച് ഇന്റേണൽ മാർക്ക് കിട്ടണത് ലാസ്റ്റ് കുറെ സമയമുണ്ട്. പക്ഷെ 3 ആഴ്ച കഴിയുമ്പോഴേ ഇപ്പൊ ഒരുപാട് പേര് ജോലിക്കൊക്കെ പോണവര് എല്ലാവർക്കും ഒരുപോലെ സമയം കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അസൈൻമെന്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാം കൂടി വരുമ്പോ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, സബ്മിറ്റ് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അസൈൻമെന്റ് വരുന്നതിന് മുമ്പ് ഇത് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്തേക്കാം. ഓക്കെ, ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യാത്തവരൊക്കെ ചെയ്തോ. അല്ല തുടങ്ങിയിട്ടില്ല, ഞങ്ങളൊന്നും എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ അവര് ഇപ്പോഴേ തുടങ്ങിക്കോ. അടുത്ത അസൈൻമെന്റ് നമ്മുടെ ഈ ചാപ്റ്റർ തീരാനായിട്ടുണ്ട്. അപ്പൊ അടുത്ത ചാപ്റ്റർ വരുമ്പോ അടുത്ത അസൈൻമെന്റ് വരും. അപ്പൊ നമ്മള് എല്ലാം കൂടി വരുമ്പോ നിങ്ങൾക്ക് പിന്നെ അടുത്ത ടീച്ചർ വരുമ്പോ ആ ടീച്ചറുടെ അസൈൻമെന്റ് ഉണ്ടാവും. എല്ലാവരും കൂടി ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ അസൈൻമെന്റ് ചെയ്യാനായിട്ട്.
വെറുതെ നമ്മള് സമയം കളയണ്ട, ഉള്ള സമയത്തിൽ അത് എഴുതി വേഗം സബ്മിറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ എവിടെ വരെ എടുത്തു? നമ്മളല്ല, ഇതിന് ന്യൂട്രീഷൻ അല്ലേ എടുക്കണ്ടേ? ന്യൂട്രീഷൻ കഴിഞ്ഞാ? ഇനി ന്യൂട്രീഷൻ എടുക്കേണ്ടത് മിസ്. ഓക്കെ ഓക്കെ, ബാക്കി എല്ലാം കഴിഞ്ഞു. ബാക്കി എടുത്തതില് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല മാം. നമ്മള് മറ്റേ സ്കിന്നിനെ എക്സ്പോസ് ചെയ്യണ അൾട്രാ വയലറ്റില് തന്നെ വൈറ്റമിൻ ഏതാ? നമ്മളത് പറഞ്ഞ സ്കിന്നിന് എക്സ്പോസ്, സ്കിന്നിന്റെ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിന് ആവശ്യമുള്ളത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി അത് നമ്മളിവിടെ ക്ലാസ്സിൽ പറഞ്ഞില്ലല്ലോ. അത് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. എന്താന്നാ, നിങ്ങൾക്ക് ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അത് ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മുടെ സ്കിന്നിൽ ക്രിയേറ്റ് ചെയ്യുന്നത് വൈറ്റമിൻസ് അൾട്രാ വയലറ്റിൽ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചതാണ്, ടെക്സ്റ്റിൽ ഇല്ല അത്. പക്ഷെ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ അത് പറഞ്ഞപ്പോ അത് പറയേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. എല്ലാവരും അത് നോട്ട് ചെയ്തോളാം. ഓക്കെ, സ്കിന്നിന് വൈറ്റമിൻ ഡി ആണ്. ഇനി നമുക്ക് ന്യൂട്രീഷൻ എടുക്കാം. ന്യൂട്രീഷൻ അല്ലേ? പോഷകാഹാരം. ഓക്കെ, തുടങ്ങട്ടെ. വേറെ ആർക്കൊന്നും പറയാനില്ലല്ലോ? പേജ് നമ്പർ ഒന്ന് പറയൂ ആരെങ്കിലും. പേജ് നമ്പർ ആരെങ്കിലും പേജ് നമ്പർ ഒന്ന് എഴുതിട്ടെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ. 13. പേജ് നമ്പർ 13. ഓക്കെ, കിട്ടിയാ? ഓക്കേടാ, എടുക്കട്ടെ? ഓക്കെ ഓക്കെ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാ? യെസ് ടീച്ചർ. ഓക്കെ, ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താ? പോഷകാഹാരം. ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ പോഷകാഹാരം. ന്യൂട്രീഷൻ ഒരാൾ വായിച്ചേ. ആരാ വായിക്കാം? ഒരാൾ വായിച്ചേ. ഓക്കെ, സൗമ്യ. സൗമ്യ വായിക്കാന്ന് പറഞ്ഞു. സൗമ്യ വായിച്ചേ. ആരുല്ലേ വായിക്കാൻ? ഓക്കെ, ഐ വിൽ റീഡ്. ഞാൻ വായിക്കാൻ ടീച്ചർ. ഉഷാനില് സുജിത ബാബു. ആരാ വായിക്കണേ? ആരെങ്കിലും ഐ വിൽ റീഡ്. ഉഷാനില് വായിക്കൂ. അടുത്തത് സുജിത വായിക്കണ്ട. Okay, nutrition. Nutrition is the process of taking in food and using it for growth, metabolism, and repair. Nutritional support is calculated to meet the nutritional requirements for growth and development, as well as to satisfy specialized nutritional requirements for adequate digestion, absorption, and metabolism of nutrients. Next also read needed. ഓക്കെ, എത്ര മതി? എന്താണ് ന്യൂട്രീഷനെ കുറിച്ച് പറഞ്ഞത്? ന്യൂട്രീഷനെ കുറിച്ച് പോഷകാഹാരം. പോഷകാഹാരം എന്ന് വെച്ചാൽ എന്താ? ന്യൂട്രീഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് യൂസിങ് ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് റിപ്പയർ. നമ്മൾ ശരി ഭക്ഷണം കഴിക്കുന്നത്, നമ്മള് ഭക്ഷണം കഴിക്കുന്നത് വളർച്ചയ്ക്കും, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ മെറ്റബോളിസം? ഉപാപചയം. ഉപാപചയത്തിന്. ഉപാപചയം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തില് ഒരേ പ്രവർത്തനങ്ങൾ ഉള്ളില്, നമ്മൾ പുറത്ത് കാണുന്ന പ്രവർത്തനങ്ങൾ അല്ലാതെ ഉള്ളിൽ ഒരേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
ദഹനത്തിന് ഒരു പ്രവർത്തനം ഉണ്ട്. നമ്മള് യൂറിൻ പാസ് ചെയ്യാനായിട്ട് അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഉള്ളിൽ ഇന്റേണൽ ഓർഗൻസിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്, ഉപാപചയ പ്രവർത്തനങ്ങൾ. അപ്പൊ അതിന് നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് ഇന്റേണലായിട്ട് ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കാനും വളർച്ചയ്ക്കും പിന്നെ ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിന്റെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ റിപ്പയറിങ് എന്ന് വെച്ചാൽ പണി ഉണ്ടെന്നല്ല, എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ശരീരത്തിലെ നല്ല നല്ല കാര്യങ്ങൾ കറക്റ്റ് ലെവലില് ഇപ്പൊ ബ്ലഡ് ആയാലും ബ്ലഡ് സർക്കുലേഷൻ പോകാനും ഞരമ്പിലോട്ടും അത് ഓരോ കറക്റ്റ് സമയത്ത് എല്ലാരും ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കും. ഗ്രോത്ത് ഉണ്ടാവും, മെറ്റബോളിസം ഉണ്ടാവും, പിന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ട റിക്വയർമെന്റ് ഒക്കെ നല്ല രീതിയിൽ നടക്കും. പിന്നെന്താ? ന്യൂട്രീഷണൽ സപ്പോർട്ട് കാൽക്കുലേറ്റ് ടു മീറ്റ് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ? പോഷകങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെത്തിയിട്ട് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് അത് വളർച്ചയ്ക്ക് വികസനത്തിന് എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ന്യൂട്രീഷണൽ സപ്പോർട്ടിന്റെ കാര്യങ്ങൾ പറയാൻ. ന്യൂട്രീഷണൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? അത് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ആയിട്ടും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ വളർച്ചയ്ക്കും വികസനത്തിനും അതിന്റെ പോഷകാംശങ്ങളുടെ ആവശ്യങ്ങൾ നോക്കിയിട്ട് വേണം അതിനെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെന്താ? കൂടാതെ സാറ്റിസ്ഫൈ സ്പെഷ്യലൈസ്ഡ് ന്യൂട്രീഷണൽ ആസ് വെൽ ആസ് വെച്ചാൽ എന്താ? അത് കൂടാതെ നമ്മൾ ഇതിന്റെ കൂടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സും ഗ്രോത്തും ഡെവലപ്മെന്റും കൂടാതെ സാറ്റിസ്ഫൈ സ്പെഷ്യലൈസ്ഡ് ന്യൂട്രീഷണൽ എന്ന് വെച്ചാൽ എന്താ? സ്പെഷ്യലായ പോഷകാഹാരങ്ങൾ. സ്പെഷ്യലായ പോഷകാഹാരങ്ങൾ എന്ന് വെച്ചാല് നമുക്ക് വേണ്ടത് മതിയായ ശരീരത്തിന് റിക്വയർമെന്റ്സ് ഫോർ അഡിക്വേറ്റ് എന്താ? ആവശ്യത്തിന് വേണ്ടത് മതിയായത് ഇത്രയും വേണം, ഇത്രയും മതി എന്നുള്ള കാര്യങ്ങള് ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് മെറ്റബോളിസം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ സ്പെഷ്യലൈസ് ആയ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് വേണം. ഡൈജഷൻ വേണം, ദഹനം നടക്കണമെങ്കിൽ വേണം. പിന്നെ അബ്സോർപ്ഷൻ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചു അത് ദഹിച്ചു പോകണം, ആഗിരണം ചെയ്യണം അതിന്. പിന്നെ മെറ്റബോളിസം ഓഫ് ന്യൂട്രിയൻസ്, ഈ ഉപാപചയ പ്രവർത്തനങ്ങൾ ന്യൂട്രിയൻസ് വഴിയാണ് നമുക്ക് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ ഈ ന്യൂട്രീഷന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വലിയ പങ്കുണ്ട്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. എന്താ? വാട്ട് ഈസ് ദ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ന്യൂട്രീഷൻ ഇസ് ദ ടേക്കിംഗ് ഇൻ ഫുഡ്. എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യണേ? ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് റിപ്പയർ. പിന്നെ അത് ന്യൂട്രീഷണൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. കൂടാതെ സാറ്റിസ്ഫൈ സ്പെഷ്യലൈസ്ഡ് ന്യൂട്രീഷണൽ ഉണ്ട്, അത് ഡൈജഷൻ, അബ്സോർപ്ഷൻ, മെറ്റബോളിസം ഓഫ് ന്യൂട്രിയൻസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, റിക്വയർമെന്റ്സിന് വേണ്ടി. ഓക്കെ, ന്യൂട്രീഷണല് അടുത്ത ലൈൻ ഒന്ന് വായിച്ചേ. ഇതിലൊന്നും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി ന്യൂട്രീഷൻ ഫുഡ് എന്തിനാണ് നമ്മുടെ ശരീരത്തിന് വളർച്ചയ്ക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതിന്റെ മെയിൻ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ മെയിൻ കാര്യം. പിന്നെ മെറ്റബോളിസം, ഡൈജഷൻ, പിന്നെ അബ്സോർപ്ഷൻ, ഇത്രയും കാര്യങ്ങൾക്കാണ് ന്യൂട്രീഷന്റെ ആവശ്യം എന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെങ്കിൽ ന്യൂട്രീഷൻ ഫുഡ് വേണം. ഓക്കെ, ഇത്രേ ഉള്ളൂ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ. ഇനി അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ന്യൂട്രീഷണൽ നീഡ്സ് എന്തെല്ലാം കാര്യങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇനി സുജിത ബാബു ഒന്ന് വായിച്ചേ. സുജിത ബാബു അല്ലേ നേരത്തെ പറഞ്ഞത്? ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. Nutritional needs includes the following: adequate level of calories required for growth, development, and increased metabolic demand, sufficient level of proteins that is safe for the age of the child, levels of calcium, phosphorus, vitamins D, and iron that are age suitable, sufficient level of other vitamins and minerals, sufficient level of essential fatty acid. ഓക്കെ, നമ്മൾ ന്യൂട്രീഷണൽ ആവശ്യമാണ് പറയുന്നത്. ന്യൂട്രീഷണലിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഗ്രോത്തിന് വേണം, മെറ്റബോളിസം, പിന്നെന്താ ഡൈജഷൻ, അബ്സോർപ്ഷൻ, റിക്വയർമെന്റ്സ്, ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയണ ന്യൂട്രീഷണൽ നീഡ്സ്. ഇതിന്റെ ന്യൂട്രീഷണൽ നമുക്ക് ആവശ്യത്തിന് എന്തെല്ലാം കാര്യങ്ങളുടെ ആവശ്യത്തിനാണ് ഇതിൽ ഉൾപ്പെടുന്നത്? എന്താ? adequate level of calories required for growth and development, increased metabolic demand. നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഗ്രോത്തും ഡെവലപ്മെന്റും. അതില്ലാണ്ട് ഒന്നും പറ്റില്ല. ഗ്രോത്തും ഡെവലപ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താ? ഗ്രോത്തും ഡെവലപ്മെന്റിനും. ആഡിക്വേറ്റ് ലെവല് എന്ന് വെച്ചാൽ എന്താ?
നമ്മുടെ ശരീരത്തിലുള്ള കലോറിയുടെ അഡിക്വറ്റ് ലെവൽ ഓഫ് കലോറി എന്ന് പറയുന്നത് കലോറിയുടെ ശരിയായ അളവ് എന്തിനു വേണം? വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും എന്നുവെച്ചാൽ വികാസത്തിനും വർദ്ധിച്ച ഉപാപചയ ആവശ്യങ്ങൾക്കും ആവശ്യമായ ഇതാണ്. എന്താണ്? ഇൻക്രീസ്ഡ് മെറ്റബോളിക് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഉപാപചയത്തിന്റെ പ്രവർത്തനം കൂട്ടാനായിട്ട്. വർദ്ധിച്ചാന്ന് വെച്ചാൽ എന്താ? ഉപാപചയത്തിന്റെ പ്രവർത്തനം കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾക്കും എന്ത് വേണം? ഇതിന്റെ അളവ് കലോറി അഡിക്വേറ്റ് ലെവൽ ഒരു ലെവലിൽ വേണം. അതിന്റെ കലോറി ന്യൂട്രീഷ്യൻസിന്റെ കലോറി ഒരു അഡിക്വേറ്റ് ലെവലായിട്ട് വേണം ഗ്രോത്തിന്, ഡെവലപ്മെന്റിന്, പിന്നെ മെറ്റബോളിക്കിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ, അത് കൂട്ടാനായിട്ട്. ഒന്നുകൂടി പറയാ, ന്യൂട്രീഷനിന്റെ ആവശ്യം മെയിൻ ആയിട്ടുള്ള ആവശ്യം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പക്ഷെ അതിന് ഒരേ ലെവലുണ്ട് കലോറിക്ക്, അതിന്റെ ഓരോ കലോറിയുടെ അളവ് എന്ന് പറയുന്നത് ആവശ്യമായ ഇത്രയും ലെവലേ പാടുള്ളൂ. അത് കൂടിയാലും ബുദ്ധിമുട്ടാണ്, കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കലോറിയുടെ അളവ് എന്തിനാണ്? വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും പിന്നെന്തിനാ? ഇൻക്രീസ്ഡ് മെറ്റബോളിക് ഡിമാൻഡ്, ഉപാപചയത്തിന്റെ പ്രവർത്തനങ്ങൾ കൂട്ടാനായിട്ട്. ഇതിനു വേണ്ട ഉപാപചയത്തിന്റെ പ്രവർത്തനങ്ങൾ കൂട്ടാനായിട്ട്. അണ്ടർലൈൻ ചെയ്തിട്ടോ, ആഡിക്വേറ്റ് ലെവൽ ഓഫ് കലോറി റിക്വയർഡ് ഫോർ, അണ്ടർലൈൻ ചെയ്യാം, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്രീസ്ഡ് മെറ്റബോളിക് ഡിമാൻഡ്. ഓക്കെ, ഗ്രോത്തും ഡെവലപ്മെന്റും ആൻഡ് ഇൻക്രീസ്ഡ് മെറ്റബോളിക് ഡിമാൻഡ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. ചെയ്താ? Yes, teacher. ഓക്കെ, നെക്സ്റ്റ് എന്താ? സഫിഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് ഈസ് സേഫ് ഫോർ ഏജ് ഓഫ് ദ ചൈൽഡ്. എന്താ പറഞ്ഞേ? മതിയായ ഒരു ആവശ്യത്തിന് ഒരു അളവില് പ്രോട്ടീൻ വേണം. ഒരു ആവശ്യത്തിന്റെ അളവില് ഒരു പ്രോട്ടീൻ വേണം. അതെന്തിനാ? കുട്ടികള് ഒരു ചൈൽഡ് പ്രായം എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വളർച്ച കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ചില കുട്ടികള് ഒരു 10ൽ പഠിക്കുന്ന കുട്ടികളാണ്, കൊച്ചാണെങ്കിലും നമ്മൾ ആ കൊച്ചിന്റെ കാണുമ്പോ പറയും, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കണാണെന്നാ കണ്ടാ പറയുള്ളൂ. എത്രയാ നമ്മളായിരിക്കും ഞെട്ടിപ്പോവും. നമ്മള് കുട്ടി 10ലാണെന്ന് പറയുമ്പോ തന്നെ നമ്മൾ എന്ത് വിചാരിക്കും? 10ലാണ്. അതെന്തിന്റെ കുറവാ? പ്രോട്ടീന്റെ കുറവ് കൊണ്ടാണ്. ഈ ന്യൂട്രീഷൻ ഫുഡില് പ്രോട്ടീന്റെ കുറവ് കൊണ്ടാണ് ആ കുട്ടിക്ക് വളർച്ച അറിയാത്തത് പ്രോട്ടീന്റെ കുറവുണ്ട്. അപ്പൊ പക്ഷെ കുട്ടികളുടെ സേഫ് ആയ ഏജ്, അതേ ഏജിലുള്ള കുട്ടികൾ കറക്റ്റ് സേഫ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ എന്ത് വേണം? സഫിഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻ വേണം. മതിയായ അളവില് ഒരു പ്രോട്ടീൻസ് ഉണ്ടായാലാണ് ആ കുട്ടികളെടുത്ത് ആ പ്രായത്തില്, ഏത് പ്രായമാണ് ആ കുട്ടിയുള്ളത് ആ പ്രായത്തിലായ കുട്ടിയുടെ രൂപം കറക്റ്റ് വരുള്ളൂ. ചില കുട്ടികളാണെങ്കിൽ എങ്ങനെയായിരിക്കും? ചില കുട്ടികൾക്ക് ഭയങ്കര ഹോർമോണിന്റെ ഇതൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. അവരെ ഹോർമോൺ ചേഞ്ചിൽ ഭയങ്കര പ്രോട്ടീൻസും ഭയങ്കര ഇതൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പിള്ളേരെ നമുക്ക് കണ്ടാലറിയാം. സാധാരണ ഒരു 5ൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രായം ഒരിക്കലും ആ കുട്ടീനെ കണ്ടാൽ നമ്മളടക്കം ഞെട്ടിപ്പോവും. ഭയങ്കര ഹൈറ്റും വെയിറ്റും ഭയങ്കര തടിക്കുള്ള ഭയങ്കര ഒരു ഇതായിരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ കുട്ടി 5ലല്ലേ ആയിട്ടുള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കോളേജിലാണെന്ന് വിചാരിക്കും എന്ന് നമ്മൾ പറയും. അത് ആ കുട്ടിക്ക് ഹോർമോൺ ചേഞ്ചിലുള്ള പ്രോട്ടീൻസിന്റെ അളവ് കൂടിയിട്ടാണ്. ഹോർമോണിൽ ഇത് കൂടും, ഓരോരുത്തർക്കും ഹോർമോണിന്റെ ഇത് കൂടിയിട്ടാണ്. അപ്പൊ അത് അവരെന്ത് ചെയ്യും? എത്ര പട്ടിണി കിടന്നാലും ഭക്ഷണം നിയന്ത്രിച്ചാലും അവര് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടല്ല, അവരെ ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ്. അപ്പൊ അവര് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും അവർക്ക് ചോറ് കൊടുക്കണ്ട, കുറെയൊക്കെ നമ്മൾ ഭക്ഷണ രീതിയിൽ നമുക്ക് പറ്റും. പക്ഷെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കറക്റ്റ് ഭക്ഷണ രീതി കൊടുത്തില്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല, അവർക്ക് ഒരു ഉണർവ് ഉണ്ടാവില്ല. അവരിപ്പോ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട പ്രായമുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്തോരായാലും അവർ കഴിക്കേണ്ട പ്രായമുള്ളൂ. പക്ഷെ നമ്മൾ വണ്ണം വെക്കുന്നത് പേടിച്ച് പറ്റില്ല. അങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണിക്കുക. അപ്പൊ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അതിനുള്ള കറക്റ്റ് നോർമൽ ആക്കാനുള്ളത് നമുക്ക് ഡോക്ടർമാര് ചെയ്യും. അല്ലാതെ നമ്മൾ അവരെ പട്ടിണിക്കിടെ ഭക്ഷണം കൊടുക്കാതിരിക്കുക ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അതാണ് സഫിഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻ ദാറ്റ് ഈസ് സേഫ് ഓഫ് ഏജ് ഓഫ് ദ ചൈൽഡ്. ആ പ്രായത്തിൽ ആ കുട്ടികൾ സേഫ് ആയിരിക്കാൻ കാരണം മതിയായ അളവിലുള്ള പ്രോട്ടീൻസ് ആണ്. പിന്നെന്താ? ലെവൽ ഓഫ് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, അയൺ ദാറ്റ് ഏജ് സൂട്ടബിൾ. ഒരേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഏജില് പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ എന്ത് വേണം? കാൽസ്യം വേണം, ഫോസ്ഫറസ് വേണം, വൈറ്റമിൻ ഡി വേണം, ആൻഡ് അയൺ വേണം. അയൺ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ബ്ലഡ്, അയൺ നമുക്ക് ബ്ലഡ് വെക്കണത് ഏതാ? അയൺ ആണ്. ബ്ലഡ് വെക്കണത് അയണിലാണ്. നമ്മളിപ്പോ ഹെൽത്തിലൊക്കെ ആണെങ്കിൽ വെളുത്തിങ്ങനെ ചില പിള്ളേരെ കാണുമ്പോ കണ്ണൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഭയങ്കര ചോര പോലും ഇല്ലാതുണ്ട്. കണ്ണില് ചോര ഇല്ല എന്നൊക്കെ പറയും നമ്മൾ, വെള്ളറിയിരിക്കണാണ്. അപ്പൊ അതൊക്കെ അയണിന്റെ കുറവ് കൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് കോശിയോർക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരും. ശോഷിച്ചിരിക്കും പിള്ളേരുകൾ ബ്ലഡ് ഇല്ലാണ്ട്. അപ്പൊ നമ്മൾ അംഗൻവാടി ടീച്ചർമാരെ എന്ത് ചെയ്യും? ഇപ്പൊക്കെ ഉണ്ടോന്ന് അറിയില്ല, ചില ഏരിയയിലേക്ക് ഉണ്ടാവും. അയൺ ടാബ്ലറ്റ് കൊണ്ട് കൊടുക്കും.
ഇങ്ങനെ വീട്ടില് കുട്ടികൾക്ക് ക്ഷീണമുള്ള കുട്ടികൾ ഭയങ്കര ആരോഗ്യമില്ലാത്ത കുട്ടികളൊക്കെ അംഗൻവാടിയിൽ വെയിറ്റ് എടുക്കാൻ ചെല്ലുമ്പോ അവരെന്ത് ചെയ്യും അയൺ ടാബ്ലറ്റ് കൊടുക്കും. അതാണ് അയൺ എന്ന് പറയുന്നത്. അപ്പൊ അയൺ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാത്തിനും എന്ത് വേണം? അയൺ വേണം. ഓക്കെ, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടുന്ന? സൂര്യപ്രകാശത്തിൽ നിന്ന്, രാവിലത്തെ സൂര്യപ്രകാശം. അല്ലാണ്ട് നട്ടാറ് ഉച്ചയ്ക്കൊക്കെ പോയി വെയിൽ കൊണ്ട് ഇതല്ല, സൂര്യപ്രകാശത്തിൽ നിന്ന്. പിന്നെന്താ? ഫോസ്ഫറസും കാൽസ്യം. കാൽസ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലിനും പല്ലിനും ഒക്കെ നമുക്ക് എന്ത് വേണം? കാൽസ്യം വേണം. ഫോസ്ഫറസ് കൂടിയാലും പാടാണ്. അപ്പൊ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലെ ലെവൽ ഓഫ് കാൽസ്യം ഒരു ഏജ് സൂട്ടബിൾ ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ഏജ് കറക്റ്റ് സൂട്ടബിൾ ആവാൻ യോജിച്ച് കൊണ്ടുവരാനായിട്ട് എന്ത് വേണം? കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ആൻഡ് അയൺ. ഈ 4 എണ്ണം അണ്ടർലൈൻ ചെയ്തിട്ടോ. ലെവൽ ഓഫ് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ആൻഡ് അയൺ ദാറ്റ് ആർ ഏജ് സൂട്ടബിൾസ് എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? സഫിഷ്യന്റ് ലെവൽ ഓഫ് അതർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. മതിയായ അളവിൽ എന്ത് വേണം? വൈറ്റമിൻസും വേണം, മിനറൽസും വേണം, ധാതുക്കളും വിറ്റാമിനും വേണം. ഓക്കെ, ഇപ്പൊ ചുരുക്കി പറഞ്ഞ ന്യൂട്രീഷണൽ ഫുഡ് എന്ന് വെച്ചാൽ എന്താ? വൈറ്റമിൻ, മിനറൽസ്, ഫോസ്ഫറസ്, പിന്നെന്താ ഒരളവിലുള്ള ഒരു കലോറി, പ്രോട്ടീൻസ്, ഇത്രയും കാര്യങ്ങളെല്ലാം കൂടി അടങ്ങിയതാണ്. ഓക്കെ, ഓരോന്നിനും അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടി കൂടിയ ഒരു ഫുഡാണ് ന്യൂട്രീഷണൽ ഫുഡ് എന്ന് പറയുന്നത്, ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെന്താ? സഫിഷ്യന്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. അപ്പൊ അതും വേണം അല്ലെ? മതിയായ അളവില് ഫാറ്റി ആസിഡ്. നമ്മുടെ ശരീരത്തിൽ ഓരോ ഫാറ്റി ആസിഡ്സിന്റെ കണ്ടന്റ്. നമ്മളിപ്പോ പിള്ളേർക്ക് പാല് കൊടുക്കും. പാല് കുറെ ആയാൽ നമ്മ പറയും കൊഴുപ്പ് കൂടിയ അങ്ങനെയാണ് വണ്ണം വെക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഏതാ? പിന്നെ നെയ്യ്, വെണ്ണ, അതൊക്കെ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാ. അതൊക്കെ നമ്മൾ കറക്റ്റ് ലെവലിൽ കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് നല്ല ലെവലില് ആ ഏജിനൊത്ത ലെവലില് ഇതുണ്ടാവുള്ളൂ. ഓക്കെ, അവര് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വളരില്ല. കുട്ടികൾ വളരണേനും എല്ലാത്തിനും ഇവരെ പല്ല് നല്ലോണം വളരണം, ഇവരുടെ ശരീരങ്ങളെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് അതേ ലെവലില് ഓരോ ഏജ് അനുസരിച്ച് വളരണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫുഡും കറക്റ്റ് ആയിട്ട് സൂട്ടബിൾ ആയിരിക്കണം. അതാണ് അഡിക്വറ്റ് ലെവൽ കലോറി വേണം, പിന്നെന്താ? പ്രോട്ടീൻ വേണം, കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ആൻഡ് അയൺ, പിന്നെന്താ? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഫാറ്റി ആസിഡ്. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഫുഡാണ് ന്യൂട്രീഷണൽ ഫുഡ് എന്ന് പറയുന്നത്, പോഷകാഹാരം. ഓക്കേണോ? ഓക്കെ. നെക്സ്റ്റ് ആണ് മാൽ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ്. നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താ? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. പോഷകാഹാരമാണ് നമ്മൾ പഠിച്ചത് ന്യൂട്രീഷൻ. മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പോഷകാഹാര കുറവ്. മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പോഷകാഹാര കുറവ്. ഈ പറഞ്ഞത് നമ്മള് ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ, കലോറി വേണം, വൈറ്റമിൻസ് വേണം, ഇതൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു ഇതവസ്ഥയാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, പോഷകാഹാര കുറവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ മാൽ ന്യൂട്രീഷൻ എന്താന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ന്യൂട്രീഷന്റെ നേരെ ഓപ്പോസിറ്റ് പോഷകാഹാരം, ന്യൂട്രീഷൻ. അതില്ലാണ്ട് നമുക്ക് പോഷകാഹാരം ഇല്ലാത്തതാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, പോഷകാഹാര കുറവ്. ഓക്കെ, ഇനി ഒരാളൊന്ന് വായിച്ചേ. മാൽ ന്യൂട്രീഷൻ ആര് വായിക്കും? Miss, malnutrition is the condition that occurs when the body does not get sufficient nutrients. Yes, Miss. Malnutrition is the condition that occurs when the body does not get sufficient nutrients caused by not having enough to eat, not getting enough of the right thing, or being unable to use the food that one does not eat. It may result from insufficient or unbalanced diet, problems with digestion or absorption, unspecified medical conditions. Malnutrition is prevalent in areas where there is lack of food, unsafe water supplies, and insufficient sanitation. The risk. Malnutrition gives rise to the following conditions. Physical conditions such as bad posture, standing, writing, sitting, pale face, drowsiness, laziness, easy fatigue, awareness of diseases, poor eyesight, and underweight. Mental conditions such as passiveness, forgetful memory, gloominess, slow comprehension and irritation, lack of attention and concentration.
ഓക്കെ, എന്താണ് മാൽ ന്യൂട്രീഷൻ? നമുക്ക് നോക്കാം. എന്താ മാൽ ന്യൂട്രീഷൻ? ഈസ് ദ കണ്ടീഷൻ. എന്താണ് അതിനെ കുറിച്ച് പറയണത്? occurs when the body does not get, കിട്ടില്ല നമുക്ക്. ശരി, മറ്റേതെന്താ നമുക്ക് ശരീരത്തിനുള്ളിലുള്ളത്. ഇത് does not get, കിട്ടില്ല. എന്താ സഫിഷ്യന്റ് ന്യൂട്രിയൻസ്, വേണ്ടത്ര ഭക്ഷണം നമുക്ക് കിട്ടില്ല. ന്യൂട്രിയൻസ് വേണ്ടത്ര ഭക്ഷണങ്ങൾ. എങ്ങനത്തെ ഭക്ഷണങ്ങളാ? നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, കാൽസ്യം, വൈറ്റമിൻസ്, മിനറൽസ്, ധാതു, പിന്നെന്താ ഫാറ്റി ആസിഡ്, അതുപോലത്തെ ഭക്ഷണങ്ങൾ ഇല്ലാത്തത്. ഡസ് നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് ന്യൂട്രിയൻസ്. അതെങ്ങനെ കിട്ടാതിരിക്കാം? നോട്ട് ഹാവിംഗ് ഇനഫ് ടു ഈറ്റ്, നോട്ട് ഈറ്റിംഗ് ഇനഫ് ഓഫ് ദ റൈറ്റ് തിങ്, ബീയിങ് അൺഎബിൾ ടു യൂസ് ഫുഡ് ദാറ്റ് വൺ ഡസ് ഈറ്റ്. എന്താ നമുക്ക് വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കാം. നമ്മളെ ആവശ്യത്തിനുള്ള ഭക്ഷണം, നമ്മൾ ഭക്ഷണം നല്ലോണം കഴിക്കണം എന്ന് പറയും, പക്ഷെ വേണ്ടത്ര ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുക. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. തോന്നുമ്പോ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് ഭക്ഷണം കഴിക്കണമെങ്കിൽ രാവിലെ ഉച്ചക്ക് 3 നേരം നമ്മൾ നല്ലോണം ഭക്ഷണം കഴിക്കുക. ചിലവരെങ്ങനെയായിരിക്കും, ഒരു ഭക്ഷണം കഴിച്ചു, കുറച്ചു നേരം കഴിഞ്ഞ് കുറച്ചും കൂടി, ഒരു കൺട്രോൾ ഇല്ലാണ്ട് തോന്നുമ്പോ വന്ന് ഭക്ഷണം അപ്പൊ ഒരു കൺട്രോൾ ഇല്ല. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടില്ല. അങ്ങനെയുള്ളത് ശരിയായ ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ എങ്ങനെ? കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. എങ്ങനെ? നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ആ കഴിക്കുന്ന ഭക്ഷണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റണില്ല. കാരണം എന്താ? അതുപോലത്തെ ഫുഡ്സാണ് നമ്മൾ ഫുഡാ കഴിക്കുന്നത്. ജങ്ക് ഫുഡ് ഒക്കെ ആണെങ്കിൽ എന്താ, വെറുതെ കഴിച്ചെന്നുള്ളൂ, നമുക്ക് അതിലൊന്നും കിട്ടാനില്ല ഭക്ഷണത്തിൽ. ജങ്ക് ഫുഡൊക്കെ കഴിച്ചാല് എന്താണ് ഉണ്ടാവുക? ശരീരത്തിന് ഒരു ഗുണമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു പറയണെങ്കിലാ, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, പക്ഷെ അത് കഴിച്ചതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാ? ഇല്ല. അതാ പറഞ്ഞത് നോട്ട് ഹാവിംഗ് ഇനഫ് ടു ഈറ്റ്. നമ്മൾ ശരിയായ രീതിയിൽ വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുക. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. നമുക്ക് ശരിക്കുള്ള ഭക്ഷണം വേണ്ടത്ര നമ്മൾ കഴിക്കണില്ല, അത് ശരിയായ രീതിയിൽ കഴിക്കണില്ല. പിന്നെന്താ? കഴിക്കുന്ന ഭക്ഷണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റണില്ല. നമ്മൾ കഴിച്ചു, പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല, നമുക്കത് നമ്മുടെ ശരീരത്തിൽ പറ്റില്ല. അങ്ങനെയൊക്കെ വരുന്ന ഈ തുടങ്ങിയ ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും വന്നാൽ, സഫിഷ്യന്റ് ന്യൂട്രിയൻസ് പോസിബിൾ, ഇതുപോലുള്ള കാരണം കൊണ്ട് എന്തെങ്കിലും വന്നാൽ എന്താ? ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, ന്യൂട്രീഷൻ ഇസ് ദ കണ്ടീഷൻ. എന്താ? ബോഡി ഡസ് നോട്ട് ഗെറ്റ്, നമുക്ക് ശരീരത്തിന് ബോഡിക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടണില്ല. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ, പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങള് കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്ത് വരും? മാൽ ന്യൂട്രീഷൻ വരും, പോഷകാഹാര കുറവ് വരും. ഓക്കെ, ഇപ്പൊ എല്ലാ വീടുകളിലും ഒരുപാട് വലിയ വീടുകളിൽ കാശൊക്കെ ഉള്ള ആൾക്കാർ എന്താ ചെയ്യാ? കുട്ടിക്ക് വയറ് നിറച്ചാൽ നല്ല ഹോട്ടലിലൊക്കെ കയറി വലിയ മന്തി അത് ഇതൊക്കെ കൊടുക്കും. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ എന്തായിരിക്കും? അവർക്ക് അതിനുള്ള ആരോഗ്യം കിട്ടണില്ല. ആ സ്ഥാനത്ത് സാധാരണ ലെവലില് സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ എന്തായിരിക്കും? ചെറുപയർ, പരിപ്പ്, അങ്ങനത്തെ ഉള്ള നല്ല ചെറുപയറിലേക്ക് ഏറ്റവും കൂടുതൽ പോഷകാഹാരമുണ്ട്. ചീര, അങ്ങനത്തെ ഉള്ള ഇതായിരിക്കും. പക്ഷെ അവര് ഹോട്ടലിൽ പോണില്ല. അവര് വല്ലപ്പോഴും ഒരു മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും ഹോട്ടലിലെ ഫുഡൊക്കെ കഴിക്കുന്നതും കാണുന്നതൊക്കെ. വല്ല കല്യാണം ഉണ്ടെങ്കിലായിരിക്കും അവര് ബിരിയാണി, മന്തിയൊക്കെ കാണുന്നത് തന്നെ. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായിരിക്കും? നല്ല പോഷകമായിരിക്കും. പക്ഷെ ഈ ഇതുപോലുള്ള കുട്ടികൾ ഈ ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ അവര് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ശരിയായ രീതിയിൽ അല്ല അവർ കഴിക്കുന്നത്. അവരെങ്ങനെയായിരിക്കും? ഭയങ്കര തടിച്ച് കൊഴുത്ത് അവിടെ ഇവിടെ ഇറച്ചി പോലെ തൂങ്ങി ഭയങ്കര വണ്ണത്തിലായിരിക്കും. പക്ഷെ ശരി, അവർക്ക് പോഷകാഹാരക്കുറവുണ്ട്. പോഷകാഹാരം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ പറഞ്ഞ വൈറ്റമിൻസ്, കാൽസ്യം, അയൺ ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കണം. അതില്ലാതെ വരുമ്പോഴാണ് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതെ വരിക, വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെന്താ? കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോഴാണ് ഈ മാൽ ന്യൂട്രീഷൻ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടോ, body does not get sufficient nutrients caused by not having enough to eat, not having enough of right thing, being unable to use. അവിടെ അടയാളപ്പെടുത്തിയിട്ടാ മതി. ഓക്കെ, മാൽ ന്യൂട്രീഷൻ എന്താണെന്നറിയാൻ, നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ വരുന്നതാണ് മാൽ ന്യൂട്രീഷൻ, പോഷകാഹാര കുറവ്. ഓക്കെ, ഇനി അതിന്റെ റിസൾട്ട്, ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും? നമ്മൾ പറഞ്ഞു ശരീരത്തിന് ആവശ്യമുള്ള ഇത് കിട്ടാതിരിക്കുകയാണ്.
ഒന്നാമത്തെ എന്താ? ഇൻസഫിഷ്യന്റ്. നമുക്ക് എന്ത് വരും? ഇൻസഫിഷ്യന്റ്. നമുക്കൊരു അപര്യാപ്തം. നമുക്ക് എന്തായിരിക്കും? ഒരു കുറവ്, ഒരു അപര്യാപ്തത. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരും. അൺബാലൻസ്ഡ് ഡയറ്റ്. എന്താ? നമ്മൾ കറക്റ്റ് ഭക്ഷണം ബാലൻസ് ചെയ്തല്ല ഭക്ഷണം കഴിക്കുന്നത്. തോന്നിയ നേരത്ത് തോന്നിയ ഭക്ഷണം. അത് നമ്മുടെ ശരീരത്തിന് എന്താ? ഒരു കൺട്രോൾ ഇല്ലാണ്ട് വരും. ഒരു അൺകൺട്രോളായിരിക്കും നമ്മുടെ ശരീരത്തിലെ സിസ്റ്റം മുഴുവനും. ഇപ്പൊ ഒരേ പ്രവർത്തനത്തിനും ഒരേ കൺട്രോളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ കറക്റ്റ് ദഹനം കിട്ടാണ്ടിരിക്കും. അതാണ് പറഞ്ഞ അസന്തുലിതമായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കണേ. അൺബാലൻസ്ഡ് ഡയറ്റ് ആണ്, ബാലൻസ് ആയിട്ടല്ല. അപ്പൊ അങ്ങനെ കൊണ്ട് ബുദ്ധിമുട്ട് ഇൻസഫിഷ്യന്റ് അൺബാലൻസ്ഡ് ഡയറ്റ്. നെക്സ്റ്റ് എന്താ? പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ഓഫ് അബ്സോർപ്ഷൻ. എന്താ? ഈ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു, അത് ദഹിക്കാനായിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. വയറ്റിന്ന് പോണുണ്ടാവില്ല. നമ്മൾ പറയും രാവിലെ ഭക്ഷണം കഴിച്ചാണ് ഒരു വക ബുദ്ധിമുട്ട്, ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നുന്നത്, വയറ്റിന്ന് പോണില്ല എന്നൊക്കെ നമ്മൾ പറയും, സ്വയം പറയും. എന്ത് പറ്റിയാവും? എന്താ? നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഭക്ഷണമല്ല കിടക്കണത്, ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ് അങ്ങനത്തെ ഫ്രൂട്ട്സ് ഭക്ഷണമാണ് കിടക്കണത്. അപ്പൊ പ്രോബ്ലംസ് വരും. എന്തിനാ? ഡൈജഷന്, ദഹിക്കാനായിട്ട് പ്രോബ്ലംസ് വരും. അത് അബ്സോർബ് ചെയ്യാനും ആഗിരണം ചെയ്യാനും പ്രോബ്ലംസ് വരും. ഇത് മാൽന്യൂട്രീഷന്റെ കൊണ്ട് മാത്രം പ്രോബ്ലം. ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ത് പ്രോബ്ലം, ഏത് പ്രോബ്ലത്തിന്റെ വന്നതാ? ന്യൂട്രീഷൻ ആണോ മാൽന്യൂട്രീഷൻ ആണോ എന്ന് ചോദിക്കും. മറക്കട്ടെ, മാൽന്യൂട്രീഷൻ. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് ചെയ്താൽ വരുള്ളൂ. എന്താ നിങ്ങൾക്ക് അത് മനസ്സിലായ? മാൽന്യൂട്രീഷൻ എന്താണ്, പോഷകാഹാരക്കുറവ് എങ്ങനെ ഉണ്ടാവണേ, അതുകൊണ്ട് എന്തെല്ലാം ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ടെക്സ്റ്റിന്റെ ഉള്ളിൽ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ടെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഒക്കെ കറക്റ്റ് അണ്ടർലൈൻ ചെയ്യാം. ഡൈജഷൻ, അബ്സോർപ്ഷൻ, ആ പ്രോബ്ലം എന്നത് മാൽന്യൂട്രീഷന്റെ ഇതുകൊണ്ടാണ്. പിന്നെന്താ പറഞ്ഞേ? അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻ. എന്താ? നമ്മൾ എന്തെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ബ്ലഡില് നമുക്ക് എന്താ അസുഖം എന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്ലഡിനേക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ വിഷമാണ് കിടക്കുന്നത്. കാരണം ഈ ജങ്ക് ഫുഡ് ആയാലും മയോണൈസ് അങ്ങനത്തെ ഉള്ള ഇത് നമ്മൾ ഒരുപാട് കഴിച്ച് അത് കിടക്കുമ്പോ ബ്ലഡില് കറക്റ്റ് റിസൾട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡോക്ടേഴ്സിനായാലും സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പൊ അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രോബ്ലം? മാൽന്യൂട്രീഷൻ. അണ്ടർലൈൻ ചെയ്യാം. അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻ വന്നത് പോഷകാഹാരക്കുറവ് കൊണ്ടാണ് വന്നത്. ഓക്കെ, പിന്നെന്താ? മാൽന്യൂട്രീഷൻ ഈസ് പ്രിവെന്റ് ഇൻ ഏരിയ വേർ ഇസ് ലാക്ക് ഓഫ് ഫുഡ്, അൺസേഫ് വാട്ടർ സപ്ലൈസ് ആൻഡ് ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ. എന്താ? നമ്മൾ പറഞ്ഞു ഭക്ഷണത്തിന്റെ അഭാവം. നമ്മള് ഓരോ ഭക്ഷണത്തിന് സുരക്ഷിത ഇങ്ങനെ മാൽന്യൂട്രീഷൻ പോഷകാഹാരക്കുറവിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലാക്ക് ഓഫ് ഫുഡ്, അവർക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കിട്ടണില്ല, ലാക്ക് കുറവാണ്. അൺസേഫ് വാട്ടർ സപ്ലൈസ്, അവരെന്താ കിട്ടാത്തത്? നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കറക്റ്റ് ലെവലില് വാട്ടർ സേഫ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ. എന്താ? നമ്മൾ ശുചിത്വമില്ലായ്മ, നമ്മളെ മാൽന്യൂട്രീഷനെ നമ്മൾ ഇതിൽ നിന്ന് ഇതാവാൻ വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. പ്രിവലന്റ് നമ്മൾ ചെയ്യണം. ഓരോ ഏരിയയിൽ നമ്മൾ ഫുഡ് കിട്ടാത്ത ഏരിയയിൽ അവർക്ക് ഫുഡ് ഇല്ലാത്തതിന്റെ കാരണം നോക്കണം. അവിടെ വെള്ളം എങ്ങനെയാണ് വരുന്നത്, സേഫ് ആയിട്ടാണോ? പിന്നെന്താ? ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ, അവിടെ വൃത്തിയില്ലായ്മയുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് ആ പ്രദേശത്ത് പോഷകാഹാരക്കുറവ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഉണ്ടാവും. പിന്നെന്താ? ഓരോ ഏരിയയിൽ പോഷകാഹാരക്കുറവ് ഉണ്ടാവും. അത് അവര് കഴിക്കുന്ന ഭക്ഷണ രീതി. അവിടെ വെള്ളം സാധാരണ ലെവലിൽ ഉള്ള നല്ല വെള്ളമായിരിക്കില്ല, ഒഴുക്കിലൊക്കെ വഴുകി വന്ന് കുറെ മലിനമായ വെള്ളമായിരിക്കും അവർ കുടിക്കുന്നത്. അപ്പൊ ശരീരത്തിലേക്ക് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ കിട്ടുന്നതിന് പകരം അവർക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ ലാക്ക് ഓഫ് ഫുഡ്, ഭക്ഷണ കുറവ് കൊണ്ടുണ്ടാവും. വാട്ടർ സപ്ലൈ ചെയ്യുന്ന ജലവിതരണം കൊണ്ടുണ്ടാവും. പിന്നെ ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ, വൃത്തിയില്ലായ്മ, ശുചിത്വമില്ലായ്മ കൊണ്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അത് ഏരിയാസിൽ നോക്കി അവിടുത്തെ ഏത് ഏരിയയിലാണോ അങ്ങനെ ഏറ്റവും കൂടുതൽ. ചില ഏരിയയിലൊക്കെ ഇപ്പൊ ചില സ്ഥലത്തുള്ള കുട്ടികൾക്ക് ഒരേപോലെ രോഗങ്ങൾ, പണ്ട് കാസർഗോഡ് എൻഡോസൾഫാന്റെ രോഗമൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാ? അവിടെ അവിടുത്തെ കൃഷിക്ക് വേണ്ടി അവർ വിഷം അടിച്ചേർന്നു. എല്ലാ ഭക്ഷണത്തിലല്ല, കൃഷി ചെയ്യണ എല്ലാത്തിലും അവരെന്ത് ചെയ്തു? എൻഡോസൾഫാൻ അടിച്ചേർന്നു.
ആ എൻഡോസൾഫാൻ അവിടുത്തെ എല്ലാ ജാതിക്കും അവിടുത്തെ എല്ലാ കൃഷിക്കും അടിച്ചേർന്നപ്പോ അത് അവിടുത്തെ ഓൾറെഡി അവിടുത്തെ മണ്ണിലടക്കം അത് പതിഞ്ഞു. മണ്ണില്, അവിടുത്തെ കാറ്റില്, അവിടുത്തെ വെള്ളത്തില് എല്ലാത്തിലും എന്ത് വന്നു? ഈ എൻഡോസൾഫാന്റെ വിഷം വന്നു. ഈ എൻഡോസൾഫാന്റെ വിഷം വന്നപ്പോ അതാണ് അവിടുത്തെ കുട്ടികൾ അവിടെ ജനിച്ചു വീണ കൊച്ചടക്കം ഒരു വെള്ളം കുടിക്കണമെങ്കിൽ ആ വെള്ളത്തിലടക്കം എന്ത് വരും? ഈ എൻഡോസൾഫാന്റെ. അങ്ങനെ അവിടെ കുറെ നാള് ഇപ്പോഴും ഒരുപാട് പേർക്ക് എൻഡോസൾഫാന്റെ രോഗം പിടിച്ച് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നു, എന്നാലും ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും എൻഡോസൾഫാന്റെ ബുദ്ധിമുട്ടുണ്ട് കാസർഗോഡ്. അതുപോലെ തന്നെ ചില ഏരിയയില് തൃപ്തില്ലായ്മ കൊണ്ട് മാൽന്യൂട്രീഷൻ വന്നിട്ടുണ്ട്, പോഷകാഹാരക്കുറവ് കൊണ്ട് ചില ഏരിയകളിൽ. അത് ഇതുപോലെയാണ്, അവർക്ക് ഭക്ഷണം കറക്റ്റ് ലെവലിൽ കിട്ടണില്ല, അൺസേഫ് ആയ വാട്ടർ വെള്ളം കറക്റ്റ് ഇല്ല, പിന്നെന്താ വൃത്തിയില്ലായ്മ കൊണ്ടാണ് ചില ഏരിയയിൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ 2 തരത്തിൽ നമുക്ക് മാൽന്യൂട്രീഷൻ വരാം. ഭക്ഷണം നമ്മൾ ശരിയായ രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാണ്ടും ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ വരാം. പിന്നെന്താ ചില ഏരിയയിൽ ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് ഫുഡും അൺസേഫ് വാട്ടർ സപ്ലൈയും ഇൻസഫിഷ്യന്റ് സാനിറ്റേഷനും കൊണ്ടും എന്ത് വരാം? പോഷകാഹാരക്കുറവ് വരാം. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെന്താ പറഞ്ഞ നെക്സ്റ്റ് എന്താ? മാൽന്യൂട്രീഷൻ ഗീവ്സ് റൈസ് ടു ദ ഫോളോയിങ് കണ്ടീഷൻ. കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫോളോ ചെയ്യുന്ന കണ്ടീഷൻസ് പോഷകാഹാരക്കുറവ് ഇത് പറയുന്ന വ്യവസ്ഥകൾക്ക് കാരണമാകുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ കണ്ടീഷൻ. എന്താ ഫിസിക്കൽ കണ്ടീഷൻ? ശാരീരികമായ അവസ്ഥകൾ. ഫിസിക്കൽ കണ്ടീഷൻ എന്താ? ശാരീരികമായത്. ശാരീരികമായ അവസ്ഥകൾ എങ്ങനെ? ബാഡ് പോസ്റ്റേഴ്സ്, സ്റ്റാൻഡിങ്, റൈറ്റിംഗ്, സിറ്റിംഗ്, pale face, roundness, lastiness, easy fatty awareness of disease, poor eyesight and underweight. എന്ന് വെച്ചാൽ എന്താ? ശാരീരിക അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ നിക്കണത്, സ്റ്റാൻഡ് നിന്നാല് എഴുതണത്, സിറ്റിങ്, അങ്ങനത്തെ ഒക്കെ മോശഭാവങ്ങള് അങ്ങനെയൊക്കെ വരാം. പിന്നെന്താ? പെയിൽ ഫേസ് എന്ന് വെച്ചാൽ എന്താ? വിളറിയ മുഖം. പെയിൽ ഫേസ് എന്ന് വെച്ചാൽ വിളറിയ മുഖം. ഡ്രൗസിനെസ് എന്താ? മയക്കം. എഴുതി വെച്ചോ, കിട്ടാത്തവര് ഈ പറയണ വാക്ക് അതിന്റെ അടിയിൽ എഴുതി വെക്കാം. ഓക്കെ, പെയിൽ ഫേസ് എന്താ? വിളറിയ മുഖം. പെയിൽ ഫേസ്, വിളറിയ മുഖം. ഡ്രൗസിനെസ് എന്താ? മയക്കം. ഫിസിക്കൽ കണ്ടീഷൻസ് ആ പറയണേ, മാൽന്യൂട്രീഷന്റെ ഫിസിക്കൽ കണ്ടീഷൻസ്. പെയിൽ ഫേസ്, ഡ്രൗസിനെസ്, ലാസിനെസ്. ലാസിനെസ് എന്താ? അലസത, മടി. ലാസിനെസ് എന്താ? അലസത, മടി. പിന്നെ ഈസി ഫാറ്റിഗ് എന്താ? പെട്ടെന്നുള്ള ഒരു ക്ഷീണം വരിക. പെട്ടെന്ന് ആൾക്ക് അതിൽ എന്തെങ്കിലും പറയുമ്പോ പെട്ടെന്ന് ഒരു ക്ഷീണമായിരിക്കും. പെട്ടെന്ന് അവർക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ എന്താ അവർക്ക് ആരോഗ്യമില്ലാത്ത? അവർക്ക് ന്യൂട്രീഷൻ ഇല്ല, അവർക്ക് മാൽന്യൂട്രീഷൻ ആണ്, പോഷകാഹാരക്കുറവുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ക്ഷീണമായിരിക്കും. അവയർനെസ് ഓഫ് ഡിസീസ് എന്താ? അവർക്ക് ഈ രോഗത്തെ കുറിച്ചൊരു ഉള്ളൊരു ബോധം, അവയർനെസ്. അവർക്ക് രോഗം എന്താണെന്നുള്ള ഒരു ബോധമില്ല, അതിനെ കുറിച്ചൊരു ബോധമില്ല, രോഗത്തെ കുറിച്ച്. പിന്നെന്താ? പൂവർ ഐസൈറ്റ്. എന്താ? കാഴ്ചക്കുറവ്. നമ്മുടെ കണ്ണിന് ഐസൈറ്റ് പൂവർ, ഭയങ്കര കാഴ്ചക്കുറവാണ്. പിന്നെ അണ്ടർവെയിറ്റ്. അണ്ടർവെയിറ്റ് എന്താ? ഭാരക്കുറവ്. ഇതൊക്കെയാണ് മാൽന്യൂട്രീഷന്റെ കാര്യങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം? നമുക്ക് പോഷകാഹാരക്കുറവുണ്ട്, അലസത വരും, അവർക്ക് ഭയങ്കര അലസത ആയിരിക്കും, മടിയായിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരാം, പെട്ടെന്ന് നമുക്ക് ഒരു അബോധാവസ്ഥയിലായ അവയർനെസ് ഓഫ് ഡിസീസ്, നമുക്ക് അസുഖത്തെ കുറിച്ച് എന്താന്ന് പോലും നമുക്കൊന്നും പറയാൻ പറ്റണില്ല, ഒരു ബോധമില്ലായ്മ പോലെ. പിന്നെ കണ്ണൊക്കെ എങ്ങനെയാണ്? പുവർ ഐസൈറ്റ്, പിന്നെ വെയിറ്റ് കുറവ്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഫിസിക്കൽ കണ്ടീഷനാണ്, മാൽന്യൂട്രീഷന്റെ ഫിസിക്കൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ? മെന്റൽ കണ്ടീഷൻസ്. മാനസികമായിട്ട് എന്തൊക്കെ കണ്ടീഷൻ ഉണ്ട്? പാസീവ്നെസ്, ഫോർഗെറ്റ്ഫുൾ മെമ്മറി, ലൂമിനസ്, സ്ലോ കോംപ്രഹെൻഷൻ, ഇറിറ്റേഷൻ, ലാക്ക് ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. എന്താ പറഞ്ഞേ? നമുക്ക് ഭയങ്കര എന്താ പറഞ്ഞേ? ഫോർഗെറ്റ്ഫുൾ മെമ്മറി, നമ്മൾക്ക് മറക്കണം, ഓർമ്മ ഉണ്ടാവില്ല. പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ ഒന്ന് ഓർത്താൽ, ഇപ്പൊ നമ്മള് അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എല്ലാ വീട്ടമ്മമാർക്കും പറ്റും, ഗ്യാസ് തുറന്നിട്ടിട്ട് ചിലപ്പോൾ അതിലെന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, നമ്മൾ അത് അടയ്ക്കാൻ മറക്കും. ചിലപ്പോഴോ നമ്മൾ എവിടെയെങ്കിലും യാത്രക്ക് പോവുകയാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കും. അതൊക്കെ നമ്മൾ അതെല്ലാവരും ഒട്ടുമിക്ക വീട്ടമ്മമാർക്കായാലും ഒരു ഇതുണ്ടാവും. പക്ഷെ അതൊന്നും അല്ലാണ്ട് ഫോർഗെറ്റ്ഫുൾ മെമ്മറി എന്ന് വെച്ചാൽ നമ്മൾക്ക് തീരെ നമുക്ക് ഇന്നലെ കഴിഞ്ഞത് പോലും മെമ്മറിയിൽ അത് ഓർത്തെടുക്കാൻ പറ്റണില്ല.
ഒരു തീരെ നമ്മുടെ എല്ലാം പോയി. പിന്നെന്താ ഗ്ലൂമിനെസ് വെച്ചാൽ എന്താ മുഴുവൻ ഒരു ഇരുട്ട്. നമ്മുടെ കണ്ണടച്ചാലും നമുക്ക് പുറമേ കാണുമ്പോ ഒന്നുമില്ല, നമ്മുടെ തലയില് മൊത്തം ബ്ലാങ്ക് ആയ പോലെ, ഒരു ഇരുട്ടായ പോലെ ഗ്ലൂമിന്. സ്ലോ കോംപ്രഹെൻഷൻ സെൻട്രേഷൻ വെച്ചാൽ എന്താ മന്ദഗതിയില് നമ്മുടെ നമുക്കെന്താ ഭയങ്കര സ്ലോവില് നമുക്കൊന്നും എടുക്കാനൊരു ഇതില്ല. ഇച്ചിരി നേരം കിടക്കണം, പിന്നൊന്ന് എണീക്കണം, പിന്നൊന്ന് കിടക്കണം, അങ്ങനെയൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ ഒരു ഇറിറ്റേഷൻ അടിക്കല്, എപ്പോ നോക്കിയാലും ഏകദേശം ഒരു ഒന്നിനൊരു താല്പര്യം ഇല്ലാത്ത പോലെ, ഒരു ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്ത, എന്നാൽ അതാരെങ്കിലും പറയാൻ പറ്റുമോ, അതിനും പറ്റാത്തൊരു അവസ്ഥ. അതാണ് ഇറിറ്റേഷൻ എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് അറ്റൻഷൻ എന്താ ഏകാഗ്രത ഇല്ലാത്തത്. അപ്പൊ ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല, ശ്രദ്ധ ഇല്ല. അറ്റൻഷൻ എന്ന് വെച്ചാൽ ശ്രദ്ധ. പിന്നെന്താ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഒരു ഏകാന്തത, നമുക്ക് ഒന്നിനും ഒരു ഏകാന്തത കിട്ടണില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ മെന്റൽ കണ്ടീഷൻ, അങ്ങനെയൊക്കെ മാൽന്യൂട്രീഷനിൽ സംഭവിക്കാം. ഇപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഈ നേരത്ത് നമുക്കൊരു മന്ദതി ഉണ്ടാവും, ഉച്ച നേരമാണ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒന്നുറങ്ങാനൊക്കെ കിടന്നിട്ടുണ്ടാവും ഇല്ലേ? എല്ലാവരും ഉറങ്ങി കിടന്നല്ലേ ഇപ്പൊ കാണണേ? ഓക്കെ. അപ്പൊ അതൊന്നും നമുക്കിപ്പോ മാൽന്യൂട്രീഷന്റെ കുറവല്ല. അപ്പൊ നമ്മള് ഫിസിക്കൽ കണ്ടീഷൻസും മെന്റൽ കണ്ടീഷൻസും. അടുത്ത ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. ഇതിലൊന്നും പഠിക്കാനില്ല, നിങ്ങളെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് ആകെ ഇതിന്നതല്ല 1-2 ക്വസ്റ്റ്യൻസ് വരുള്ളൂ. നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഈ വൈറ്റമിൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്ന? ഇട്ടുണ്ടായി. ഒരു ദിവസം മോക്ക് ടെസ്റ്റ് വന്നല്ലേ? ഓക്കെ. ഇനി ചാപ്റ്റർ കഴിഞ്ഞിട്ടാ വരുള്ളൂ. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു 5 വരും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ മെന്റൽ കണ്ടീഷനും ഫിസിക്കൽ കണ്ടീഷനും അതെന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്താൽ മതി, അത്രേ ഉള്ളൂ മാൽന്യൂട്രീഷന്റെ. ഇനി ബാലൻസ്ഡ് ഫുഡ്, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. ന്യൂട്രീഷനും മാൽന്യൂട്രീഷനും കഴിഞ്ഞു. നമ്മളെല്ലാ ഫുഡും ബാലൻസ് ചെയ്യണം. ബാലൻസ്ഡ് ഫുഡ്, സമീകൃതാഹാരം. ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ് എന്ന് പറയുന്നത് എന്താ? സമീകൃതാഹാരം. ഏറ്റവും വലിയൊരു സമീകൃതാഹാരത്തിന് ഉദാഹരണം എന്തെന്നാ? പാല്. നമ്മൾ ചെറുതിലേ മുതൽ സ്കൂളിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, പാല് ഏറ്റവും നല്ലൊരു സമീകൃതാഹാരമാണ്. പക്ഷെ ഇപ്പൊ പാലൊക്കെ നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോ? ഇല്ല. പശുവിന് ആരാ പുല്ല് കൊടുക്കണേ? പാടത്ത് കൊണ്ടുപോയി. പണ്ടെങ്ങനെയെങ്കില് അമ്മമാരൊക്കെ എന്ത് ചെയ്യും? പാടത്ത് പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്ന് പശുവിന് കൊടുത്ത് നല്ല പച്ചപ്പാലിട്ടു. ഇപ്പൊ എങ്ങനെ പാലിട്ടണേ? ഇപ്പൊ എങ്ങനെ? കെമിക്കൽ അറിഞ്ഞ തിരി വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കും. തിരി മേടിച്ചുകൊണ്ട് വന്ന് അത് ബക്കറ്റിലിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കും. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോ അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്ത് പശുവിനോട് കൊടുക്കും അല്ലേ? അപ്പൊ അതിലെന്തുണ്ട്? പക്ഷെ അതില് പാല് കിട്ടും, കെമിക്കല് കൊടുക്കണേ. പക്ഷെ ആ പാല് നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. ആ കെമിക്കല് നമ്മളും കുടിക്കാണ്. പശുവിന് കൊടുക്കുമ്പോ പാലിലും ആ കെമിക്കല് വരും. നമ്മൾ അത് കുടിച്ച് നമ്മൾക്കും കെമിക്കൽ അങ്ങനെ വരും. ഇപ്പൊ ഒരുപാട് വിപണിയിൽ ഒരുപാട് പശുക്കൾക്ക് കൊടുക്കണ തിരിയായിട്ടും ചോളത്തവിടൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ കോക്കനട്ട്, തേങ്ങയുടെ നമ്മളെന്താ തേങ്ങ മില്ലിൽ കൊണ്ടുപോയി ആട്ടുമ്പോ അതിന്റെ സ്പിൻഡർ അത് നമ്മളെന്താ പശുവിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. അതൊക്കെ നമ്മുടെ തേങ്ങയിൽ ഉണ്ടാവണതാ. തവിടായാലും നല്ലതാണ്. പക്ഷെ ഈ തിരി എന്നൊക്കെ പറയണത് വെറുതെ മെഷീനത്തില് കെമിക്കല് വെച്ച് ഉണ്ടാക്കി കൂട്ടണ സാധനങ്ങളാണ്. പക്ഷെ ഏറ്റവും ഭയങ്കര വിലയാണ് താനതിനും. അത് കൊടുത്താൽ നല്ലോണം പാലും കിട്ടും. പക്ഷെ ആ പാലിന് പണ്ടത്തെ അത്രയും എന്തില്ല, നമ്മൾ ഈ പറയുന്ന പോലെ സമീകൃതാഹാരമാണ് പാലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പാലൊക്കെ അങ്ങനെയാണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആരാ വായിക്കാം? ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ് ആര് വായിക്കും? Balanced food or diet. The food which contains all required nutrients and has the essential calorie values is called balanced food. A balanced diet is very important for growing children. A balanced diet contains roughly 400 calories of proteins, 900 calories of fat, and 1700 calories of carbohydrates. While selecting food items, not only the calorie value but the nutritional value also should be taken into account, especially when it is meant for children because they require nutritious food for their proper growth. ഓക്കെ, ഇതെന്താ പറഞ്ഞേ? ഇതിലെന്താ ബാലൻസ്ഡ് ഫുഡ് എന്ന് വെച്ചാൽ എന്താ നോക്കാം നമുക്ക്.
The food which contain all requirements, nutrients. ഇതിലെന്താ ആവശ്യം? all എല്ലാ ആവശ്യം എല്ലാ ആവശ്യത്തിന്റെ കൂടി നോക്കിയ ന്യൂട്രിയൻസ് ആണ്. all required nutrients and has the essential calorie value is called balanced food. അത് അണ്ടർലൈൻ ചെയ്തോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തിക്കോ? എന്താ? the food which contain all required nutrients, എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും ഉള്ള ഫുഡിനെ പറയണ പേരെന്താ? ബാലൻസ്ഡ് ഫുഡ്, സമീകൃതാഹാരം. ആവശ്യമായ എല്ലാ പോഷകങ്ങൾ അടങ്ങിയതും ആവശ്യത്തിന് കലോറി അടങ്ങിയതുമായ ഭക്ഷണമാണ് സമീകൃതാഹാരം. എന്താ ബാലൻസ്ഡ് ഫുഡ്? ബാലൻസ്ഡ് ഫുഡ് എന്താ? സമീകൃതാഹാരം. എന്താ? ശരീരത്തിന് വേണ്ട ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉണ്ട്, ആവശ്യത്തിനുള്ള കലോറി ഉണ്ട്, അങ്ങനെയുള്ള ഭക്ഷണമാണ് സമീകൃതാഹാരം. ദ എസെൻഷ്യൽ കലോറി വാല്യൂ, ആവശ്യത്തിനുള്ള കലോറി വാല്യൂ ഉള്ള ഫുഡാണ് സമീകൃതാഹാരം. A balanced diet is very important for growing children. കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ബാലൻസ്ഡ് ഫുഡ്. അണ്ടർലൈൻ ചെയ്യാം. A balanced diet is very important for growing children. Growing children. കുട്ടികളുടെ വളർച്ചയ്ക്ക്. നമ്മൾ ഇനി വളരുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇനി കൂടി വന്നാൽ ചിലപ്പോ തടി വെക്കിയിരിക്കും, ഒന്നല്ലെങ്കിൽ ക്ഷീണിക്കും. അതിൽ കൂടുതലൊന്നും വെക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ പൊക്കം വെക്കൂല, വണ്ണം വെക്കും. അത് ഏത് പ്രായത്തിലും വേണമെങ്കിലും വണ്ണം വെക്കാം. വെറുതെ വണ്ണം വെക്കാം. കുറെ എന്തെങ്കിലുമൊക്കെ വണ്ണം വെക്കണ ഫുഡൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കും. പക്ഷെ നമ്മൾ ഇനി വളരില്ല. വളരോ? ഇല്ല. ഗ്രോയിങ്, നമ്മുടെ ശരീരത്തിന് കറക്റ്റ് രീതിയിൽ നല്ല വളർച്ച കിട്ടണമെങ്കിൽ കുട്ടികളുടെ പ്രായമാണ്. കുട്ടികളുടെ പ്രായത്തിലാണ് ഇനി നമ്മൾ വളരില്ല. അപ്പൊ കുട്ടികളുടെ പ്രായത്തിലെ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയത് ഗ്രോയിങ് ചിൽഡ്രൻ ആണ്, കുട്ടികളെ വളർച്ചയ്ക്ക്. ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്ൻ റഫ്ലി 400 കലോറി പ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? ഈ സമീകൃതാഹാരത്തിൽ എന്തുണ്ട്? 400 കലോറി എന്ന് വെച്ചാ 400 കലോറി പ്രോട്ടീൻ ഉണ്ട്. പിന്നെന്താ? 900 കലോറി കൊഴുപ്പുണ്ട്. കറക്റ്റ് അണ്ടർലൈൻ ചെയ്തോ? പ്രോട്ടീൻ എത്ര? 400 കലോറി. ബാലൻസ്ഡ് ഡയറ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു സമീകൃതാഹാരം, അതൊരു സമീകൃതാഹാരം ആകണമെങ്കിൽ എന്ത് വേണം? 400 കലോറി പ്രോട്ടീൻ വേണം, 900 കലോറി ഫാറ്റ് വേണം, കൊഴുപ്പ് വേണം. പിന്നെന്ത് വേണം? 1700 കലോറി കാർബോഹൈഡ്രേറ്റ് വേണം. ഇത്ര അടങ്ങിയിരുന്നാൽ മാത്രമേ അത് സമീകൃതാഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അളവുകള് കറക്റ്റ് അളവുകളാണ് ആ പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്തോ? ബാലൻസ്ഡ് ഡയറ്റിൽ എന്താ അടങ്ങിയിരിക്കണേ? 400 കലോറി പ്രോട്ടീൻ, 900 കലോറി ഫാറ്റ്, 1700 കലോറി കാർബോഹൈഡ്രേറ്റ്. While selecting food items, not only the calorie value but the nutritional value also should be taken into account. എന്താ പറഞ്ഞേ? നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കലോറി മൂല്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. While selecting food items, നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ not only the calorie value, പക്ഷേ കലോറി വാല്യൂ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. വേറെന്ത് നോക്കണം? ന്യൂട്രീഷണൽ വാല്യൂ നോക്കണം. ഓൾസോ ഷുഡ് ബി ടേക്കൺ ഇൻടു ന്യൂട്രീഷണൽ വാല്യൂ. പോഷകാഹാര മൂല്യവും നോക്കണം. അല്ലാതെ കലോറി മൂല്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എസ്പെഷ്യലി വെൻ ഇറ്റ് മീറ്റ് ഫോർ ചിൽഡ്രൻ. ആർക്കൊക്കെ? പ്രത്യേകിച്ചത് കുട്ടികൾക്കാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ബിക്കോസ് എന്തുകൊണ്ടെന്നാ? ദേ റിക്വയർമെന്റ് ഫുഡ് ദയർ പ്രോപ്പർ ഗ്രോത്ത്. എന്താ? അവരുടെ ശരിയായ വളർച്ചയ്ക്ക് നമുക്ക് പോഷക സമൃദ്ധമായ ഫുഡ് ആവശ്യമാണ്. മനസ്സിലായ? അപ്പൊ ഇതിന് കലോറിയുള്ള ഫുഡ് ദൂരം കഴിച്ചിട്ടും കാര്യമില്ല. പക്ഷെ അതില് ന്യൂട്രിയൻസിന്റെ വാല്യൂ അടങ്ങിയിരിക്കണം. ന്യൂട്രിയൻസ് ഫുഡ് നല്ലോണം അടങ്ങിയിരുന്നാൽ മാത്രമേ. പ്രധാനപ്പെട്ടത് ആർക്കാ? കുട്ടികൾക്ക്. ഓക്കെ, ഓക്കെയാണോ? യെസ് ടീച്ചർ. Yes, miss. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ചാപ്റ്റർ തീർന്നു. അപ്പൊ ഇതില് നിങ്ങൾ ഒരു അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒരു അസൈൻമെന്റ് എഴുതി. ഇനി എല്ലാവരും ഞാനൊരു ചെറിയ ഇത് എന്താ വെള്ളം വീഴുന്നുണ്ടല്ലോ. എല്ലാവരും ആരെങ്കിലും ഉറങ്ങിയാണോ? എല്ലാവരും എണീറ്റ് ഉഷാറായിട്ടിരിക്കല്ലേ?
അല്ലേ? Yes. ഓക്കെ. ഇനി എല്ലാവരും അവരെ കണ്ണടയ്ക്കുക. ഞാൻ പറയുമ്പോൾ എല്ലാവരും കണ്ണടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ന്യൂട്രീഷൻ പറഞ്ഞു, മാൽന്യൂട്രീഷൻ പറഞ്ഞു, ബാലൻസ്ഡ് ഫുഡ് പറഞ്ഞു. ഈ 3 കാര്യങ്ങള് നിങ്ങൾ എന്ത് ചെയ്യാ? ചെറുതായിട്ട് ഒന്ന് മനസ്സിൽ തിങ്ക് ചെയ്യാം. ഞാൻ പറയുമ്പോൾ ഇപ്പോഴല്ല, ഇപ്പൊ ആരും കണ്ണടക്കില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യാം. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്. ഓക്കെ, എല്ലാവർക്കും സമ്മതമല്ലേ? റെഡി അല്ലേ എല്ലാവരും? Yes, Miss. കണ്ണടച്ച് ആരും ഉറങ്ങി പോവരുത്, ഉച്ച സമയമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലോസ് ദ ഐസ്. തിങ്ക് അബൌട്ട് ന്യൂട്രീഷൻ, malnutrition and balanced diet. Okay, open your eyes. Okay no? നിങ്ങൾ കണ്ണടച്ചപ്പോ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞതൊക്കെ വന്നാ? എല്ലാരും ഇറങ്ങിപ്പോയാ? ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കണ്ണടച്ചുറങ്ങിയാ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ലാസ്റ്റ് നമ്മുടെ പാഠത്തില് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ബാലൻസ്ഡ് ഡയറ്റ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻ. എല്ലാവരും കണ്ട? ഒരേ കുട്ടികൾക്ക് എത്ര വേണം എന്നുള്ളത് കണ്ടില്ലേ എല്ലാവരും? പ്രീ സ്കൂൾ ചിൽഡ്രൻ കുട്ടികൾക്ക്. ഓക്കെ ഓക്കെ. അത് കുട്ടികളുടെ ഡയറ്റിന്റെ കാര്യമാണ്. ഫുഡ് സ്റ്റഫ് കൊടുത്തിട്ടുണ്ട്. ഫുഡുകൾ പൾസസ് എത്ര വേണം? 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഓക്കെ, അപ്പൊ നോക്കിയേ കുട്ടികൾക്ക് തന്നെ ഉണ്ടാവും. 1 വയസ്സ് 3 വയസ്സുള്ള കുട്ടിക്ക് പൾസസ് വേണ്ടത് 150 ഗ്രാം. പക്ഷെ 4 വന്നപ്പോ അവിടെ 50 ഗ്രാം കൂടി, 200 ഗ്രാം ആയി. കാരണം അവിടുത്തെ കുട്ടി കുറച്ചും കൂടി വളർന്നു. പിന്നെ സീരിയൽസ് 50 ഗ്രാം വേണ്ടോട്ട് 60 ഗ്രാം. ഗ്രീൻ എന്തൊക്കെ വേണം ഫുഡ് നോക്കിയേ? ഗ്രീൻ വെജിറ്റബിൾ. ബാലൻസ്ഡ് ഡയറ്റ് ആവണമെങ്കിൽ നമുക്കും ഇത് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടില് കുട്ടികൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ബാലൻസ് ഫുഡ് കറക്റ്റ് കൊടുക്കണമെങ്കിൽ ഈ പൾസസ് ഉൾപ്പെടുത്താം, സീരിയൽസ് ഉൾപ്പെടുത്താം, ഗ്രീൻ വെജിറ്റബിൾ. പിന്നെ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മിൽക്ക്, ഓയിൽ ആൻഡ് ഫാറ്റ്,
അത് 20 ഗ്രാമുള്ളൂ കേട്ടോ ഓയിൽ. സാധാരണ 1 വയസ്സുള്ള 3 വയസ്സ് കൊച്ചുവരാണെങ്കിൽ 20 ഗ്രാം കൊടുത്താൽ മതി. 4 വയസ്സ് 6 വരെയാണെങ്കിൽ 25 ആവും. പിന്നെ മീറ്റ്, ഫിഷ്, ഷുഗർ, ജാഗറി, ശർക്കര, പഞ്ചസാര അങ്ങനത്തെ കണ്ട എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പാഠം തീർന്നു. ഇതിലൊരു അസൈൻമെന്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്യാം. 3 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടാത്തവർക്ക്, ഇതില് മാർക്കൊന്നും കിട്ടില്ല, എനിക്കൊന്നും കിട്ടില്ല മിസ്സേ, ഞാൻ കറക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് കിട്ടില്ല എന്ന് പറയണവർക്ക് വിഷമിക്കണ്ട. 3 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരും മാർക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്ക് വേണ്ടി ചെയ്യാം. Thank you, ma'am. താങ്ക്സ്. ഓക്കെ ഓക്കെ, വെൽക്കം. Okay, thank you. Thank you, Thank Miss. you, Miss. Thank you, Thank you, Miss. Miss. Thank you, Miss. Thank you, Miss. Thank you, Miss.